ദ മോൺസ്റ്റർ ഇസ് ബാക്ക്. എനിക്കതാണ് പറയാനുള്ളത്. റോക്കിംഗ് സ്റ്റാർ യാഷ്, ഇതാണ്ട നമുക്ക് വേണ്ട സാധനം. ഇങ്ങനത്തെ സാധനം വേണം യാഷ് അഭിനയിക്കാൻ. KGF താരിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോഴാണ് ഈ സാധനം വന്നിരിക്കുന്നത്. പേഴ്സണലി KGF 1ഉം 2ഉം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. കുറേ പേര് ഇപ്പോൾ വരും KGF ബ്ലാ 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 എന്നൊക്കെ പറയും. നീയൊക്കെ അവിടെ കിടന്ന് കരി. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഞാനത് നല്ല അന്തസ്സായിട്ട് തന്നെ പറയും. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഞാൻ കാണാറുണ്ട്. എസ്പെഷ്യലി KGF 1ൻ്റെ ആ നരാച്ചിയിലേക്ക് കയറുന്ന സീൻ തൊട്ട് എനിക്ക് പടം വേറെ റേഞ്ചായിട്ട് ഫീൽ ചെയ്തതാണ്. അതുവരെ ഞാൻ ആദ്യമായിട്ട് പടം കണ്ടപ്പോൾ ഇതെന്താണെന്നൊക്കെ വിചാരിച്ചിരുന്നു. കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിലും നരാച്ചി കയറി പിന്നെ പടം വെറുതെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിരുന്നു. 2 വേറെ സീനായിരുന്നു. ഞാൻ ശരിക്കും ആർമായിച്ചാണ്. തലേ ദിവസം ബീസ്റ്റ് കണ്ട് അവിഞ്ഞൊരു പരിപായിട്ട് ഇരുന്നിട്ട് അടുത്ത ദിവസം പോയിട്ട് ഇത് കണ്ടപ്പോൾ കിട്ടിയ ഒരു ഹരം, ആ ഒരു അഡ്രിനൽ റഷ്, അത് വേറൊന്നും പറയാനില്ലായിരുന്നു. അതിരി കിടിലം പടമായിട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. KGF ചാപ്റ്റർ 2. 3ന് കട്ടക്ക് വെയിറ്റിംഗ്. അപ്പനാണ് ഗീതു മോഹൻദാസ് യാഷിനെ വെച്ച് ഇങ്ങനൊരു സാധനം പെടക്കണത്. കിട്ടിലം ടീസർ, കിട്ടിലം ഹൈപ്പിന് ഓത്ത കിണ്ണം കാച്ചി സാധനം. ഒറ്റൊരു നിരാശ മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ആരാണ് DOP, ആരാണ് മ്യൂസിക്, ഒന്നും കാണാനില്ല. അത് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. അത് മാത്രമുള്ള നിരാശ, അല്ലാതെ കണ്ട ഒരു സാധനത്തിലൊരു നിരാശ ഒന്നുമില്ല. മേക്കപ്പ്, കോസ്റ്റ്യൂം, സ്വാഗ്, നടപ്പ്, മ്യൂസിക്, ക്യാമറ എല്ലാം കിടില സാധനം, കിടിലൻ. പക്ഷേ അപ്പോഴും ഞാൻ പറയാം, KGF ചാപ്റ്റർ 2ൻ്റെ ടീസറിൻ്റെ അത്ര ഒന്നും വന്നിട്ടില്ല. ഒരു ടീസർ ഇമാതിരി ലെവലിൽ വന്നിരിക്കുന്നത് ഞാൻ ഇതുവരെ വേറെ ഒരെണ്ണം പോലും കണ്ടിട്ടില്ല. അതായിരുന്നു ടീസറുകളുടെ അപ്പെന്ന് വേണേൽ പറയാം ഇന്ത്യൻ സിനിമയിൽ. എനിക്ക് അതുപോലെ അമ്മാതിരി ലെവലിൽ ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടേക്കണത് പിന്നെയുള്ളത് അവഞ്ചേഴ്സിൻ്റെ ആയിരുന്നു. അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. ടീസർ കണ്ടിട്ട് രോമം എഴുന്നേറ്റ് നിന്നത് ഈ 2 സാധനത്തിലായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ വേറൊരു സിനിമയ്ക്കും ടീസർ വന്നിട്ട് ഇമാതിരി രോമാഞ്ചം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അമ്മാതിരി സാധനം ആയിരുന്നു KGF ചാപ്റ്റർ 2ൻ്റെ. അതുകൊണ്ട് തന്നെ ആ ലെവലെത്തിയിട്ടില്ലെങ്കിലും സാധനം പെഡയാണെന്ന് മനസ്സിലായി. ഒരു അന്യായ ബോക്സ് ഓഫീസ് ബഹളത്തിനുള്ള സാധനം വരുന്നുണ്ടെന്നുള്ളത് ഇത് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഗീതു മോഹൻദാസ് ഇങ്ങനൊരു സിനിമ കൈകാര്യം ചെയ്ത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഭയങ്കര എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ട്. കാരണം ഞാൻ ഇതിനു മുന്നേ ഗീതു മോഹൻദാസിൻ്റെ സിനിമ കണ്ടിരിക്കുന്നത് ലയർ കേക്ക് എന്നുള്ള സിനിമയും, ലയർ കേക്ക് എന്നല്ലേ, ലയർ ഡൈസ, അങ്ങനത്തെ ഒരു, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് നവാസുദ്ദീൻ സിദ്ദിഖിയൊക്കെയാണ് അതിനകത്ത്. ആ സിനിമയും കണ്ടിട്ടുണ്ട്. പിന്നെ മൂത്തോൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. നിവിൻ പോളിയുടെയും റോഷൻ്റെയും കിടിലം പെർഫോമൻസ് ആയിരുന്നു സിനിമയിൽ. അതിൽ അഭിനയിച്ച എല്ലാവരും കിടുമായിരുന്നു, ആ കൊച്ചുൾപ്പെടെ. ഒരു ട്വിസ്റ്റും ഉണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിൽ, കീളി പാറച്ചൊരു ട്വിസ്റ്റ്. മൂത്തോൻ ഞാൻ തിയേറ്റർ കണ്ടാണ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പക്ഷേ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയായിട്ടും പറയും. മലയാളി ഓഡിയൻസ് ആ സിനിമ തീരെ തിയേറ്ററിൽ പോയി കണ്ടേയില്ല, അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷേ എന്നോട് ചോദിച്ചാൽ കിട്ടില്ല പടമെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഗീതു മോഹൻദാസ് ഇങ്ങനെ ഒരു ഔട്ട് കമേഴ്ഷ്യൽ സിനിമ എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഐ എം ഗെസ്സിങ് ദ ക്യാമറ വർക്ക് ഇസ് ബീൻ ഡൺ ബൈ ഹർ ഓൺ ഹസ്ബൻഡ് രാജീവ് രവി. അങ്ങനെയാണെങ്കിൽ വേറെ സീൻ തന്നെയായിരിക്കും. ഇവിടെ ഒന്നും കാണുന്നില്ല. KVN പ്രൊഡക്ഷൻസും RSY എന്നൊക്കെ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധനം കട്ട വയലൻ്റോ അല്ലെങ്കിൽ വെടിയുടെ പെരുന്നാളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും റൂട്ടിങ് ഫോർ യാഷ്. ഐ ലവ് ഹിം ആസ് എ ഗ്രേറ്റ് സ്വാഗ് ആക്ടർ. KGFലെ സ്വാഗ് അതൊരു ഒന്നൊന്നര സ്വാഗ് തന്നെയായിരുന്നു. പുള്ളിയുടെ വേറെ കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും KGFന് അത്ര ഒന്നും വന്നിട്ടില്ല എന്നാണ്. അത്ര റിപ്പീറ്റ് വാല്യൂ എൻ്റെ മനസ്സിലുള്ളൊരു സിനിമയാണ് KGF 1 ഉം 2ഉം. അതുകൊണ്ട് തന്നെ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് വൺ. ഗംഭീര ഒരു ടീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ യാഷ്. ഇന്ന് യാഷിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു മച്ചാ. പിന്നെ ഫാൻസിനോട് ഇമ്മാതിരി സ്നേഹം കാണിക്കുന്ന വളരെ കുറച്ച് നടന്മാരിൽ ഒരാളാണ് യാഷിൻ്റെ ഞാൻ എവിടെയൊക്കെ എന്തൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടോ, എത്രയൊക്കെ ഹിഡൻ ക്യാമറ സെറ്റപ്പ് വീഡിയോ കണ്ടിട്ടുണ്ടോ, അതിൽ പോലും യാഷിന് ഓരോ ഫാൻസിനോടുള്ള സ്നേഹം അത് കാണേണ്ടതാണ്. ബോഡി ഗാർഡ്സിനെയൊക്കെ ഇത്രയും വഴക്ക് പറഞ്ഞേക്കുന്ന നടൻ വേറെ ആരും ഉണ്ടാവില്ല. അത്രയധികം ബോഡി ഗാർഡ്സിനെയൊക്കെ ഇങ്ങനെ വഴക്ക് പറയുന്ന കണ്ടിട്ടുണ്ട്, ഫാൻസിനെയൊക്കെ ഉന്തി മാറ്റുമ്പോഴൊക്കെ.
അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുള്ളൊരു നടനാണ്. തന്നെ ഇത്രയും വലുതാക്കിയ പ്രേക്ഷകരോട് അമ്മാതിരി സ്നേഹമുള്ളൊരു നടനും കൂടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐ ആം സോ മച്ച് ഹൈപ്ഡ് ഫോർ ദിസ് മൂവി. എന്തായാലും വരട്ടെ. എന്നാണ് ഈ സാധനം വരുന്നത് അത് മാത്രം എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ടീസർ പൊളിച്ചടി, ഒന്നും പറയില്ല. ടോക്സിക് ബർത്ത്ഡേ പീക്ക് എന്നാണ് ഈ സാധനത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. മോൺസോമൈൻ ക്രിയേഷൻസ്, പിന്നെ കെവിൻ പ്രൊഡക്ഷൻസ്, ഗീതു മോഹൻദാസ്, റോക്കിംഗ് സ്റ്റാർ യാഷ്, ഇത്ര എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേറെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സ്പോയിലേഴ്സ് ടൈപ്പ് സാധനങ്ങളൊന്നും എടുത്തിടരുത്. ആരെങ്കിലും മറ്റേ ഏതെങ്കിലും നടനകത്തുണ്ടെന്നൊക്കെ രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടരുത്. ജസ്റ്റ് DOP ആരാണ്, എഡിറ്റിംഗ് ആരാണ്, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് മാത്രം ഇടുക. എന്തായാലും റൂട്ടിങ് ഫോർ ദിസ് വൺ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അതിൽ ഒരു ഡൗട്ടും വേണ്ട. യാഷ് ഉയരിടുക, അത്ര പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ യാഷ് മച്ചാ. ബൈ ബൈ.